ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ എന്റെ ഒരു സ്റ്റഡി ടിപ്പാണ് കാണിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. ആ സർപ്രൈസ് ഇന്നത്തെ വീഡിയോയുടെ അവസാനം ഞാൻ പറയും. എന്നാൽ ഇത് സ്കിപ്പ് ചെയ്യരുത്, ഫുള്ള് കാണണം. അപ്പൊ ഞാൻ ഇന്ന് സ്റ്റഡി ടിപ്പ്, ഇത് എല്ലാവർക്കും വർക്ക് ആവുന്നില്ല. എന്റെ ഒരു സ്റ്റഡി റുട്ടീനാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് ടിപ്പൊക്കെയാണ് കാണിക്കുന്നത്. എന്താ നിങ്ങൾ ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് ഒക്കെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ ബുക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടേബിൾ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ്, നമ്മള് എല്ലാം സെറ്റാക്കി. ഇപ്പൊ 4:50 ആയിട്ടുണ്ട് സമയം. അപ്പൊ 4:50 ആകുമ്പോഴാണ് ഞാൻ പഠിക്കാനിരിക്കുക. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ എൻ്റെ ടേബിൾ വെക്കാറുണ്ട്. ഞാൻ പെന്നും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും വെക്കും. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും 2 ഹൈലൈറ്റർ സ്കൂളിൽ കൊണ്ടുപോകും. പിന്നെ നമുക്ക് നോക്കാം, ഈ ബുക്കിലാണ് ഞാൻ പഠിക്കാറ്. ഈ ബുക്കിൽ ഞാൻ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതിയിടുന്ന ഒരു ബുക്കാണിത്. എന്നിട്ട് ഞാൻ ഇതിനകത്തോട്ട് എഴുതിയിരുന്നു. നമ്മൾ ചില കാര്യങ്ങൾ സ്കൂളിൽ പഠിക്കുന്നത് നമ്മൾ ഓർക്കില്ല, നമുക്ക് ഓർക്കാൻ പറ്റില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഞാൻ ഈ പേപ്പറിൽ എഴുതിയിടും ഓരോ സാധനങ്ങൾ. ഇപ്പോൾ സയൻസിൽ നിന്ന് ഞാൻ പഠിച്ചത് എനർജി ട്രാൻസ്ഫർ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചായിരുന്നു പഠിച്ചത്. അപ്പം അത് പിന്നെ ഹിസ്റ്ററി അസസ്മെൻറ്റിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതിയിട്ടാണ്. അപ്പം അത് നമുക്ക് ഓർത്തിട്ട് ഇതിനകത്തോട്ട് എഴുതാം. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു നോട്ടിൻ്റെ ഒരു ബുക്ക് ഇവിടെ വെക്കും, എൻ്റെ ബാഗിനകത്ത് വെക്കും. ഇത് കൊണ്ടുപോകാനോ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, നമുക്കിങ്ങനെ റിവിഷൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ നോക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനകത്ത് ഒത്തിരി നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എക്സാം വന്നപ്പോൾ ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അങ്ങനെ ഓരോ പേജിലും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ ഹിസ്റ്ററിയുടെയും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ള ഒരു നോട്ട്സാണിത് ഫുള്ളി. അപ്പം അതിനുള്ളൊരു ബുക്കാണ് അത്. പിന്നെ ഞാൻ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വേറെ നമുക്ക് ഇഷ്ടപ്പെട്ട ഇങ്ങനെ ടെഡി അങ്ങനെ കാര്യങ്ങളൊന്നും വെക്കരുത്. കാരണം നമ്മൾ ചിലപ്പോൾ അതിനകത്തോട്ട് പോകും, നമ്മൾ ആ ടെഡിയൊക്കെ എടുക്കാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ ഡിസ്ട്രാക്റ്റ് ആയിപ്പോവും. അപ്പം അങ്ങനെ ചെയ്ത് നമുക്ക് പഠിക്കാൻ ആവശ്യമുള്ള ഒരു മൂഡിലോട്ട് എത്താം. അതിനുശേഷം ഞാൻ ഇപ്പം എൻ്റെ സ്റ്റഡി ടേബിൾ ഞാൻ കുറേ സ്റ്റിക്കി നോട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് മുഴുവൻ ഹോംവർക്ക് ചെയ്യാനും പിന്നെ ഡ്രാമ, മ്യൂസിക്, സ്പാനിഷ് അങ്ങനെയുള്ള സബ്ജക്റ്റുകളുടെ ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഇതാണത്. പിന്നെ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഹോംവർക്കിൻ്റെ പിന്നെ ടൈം ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ തന്നെ ഒട്ടിച്ച് വെക്കും. അപ്പോൾ നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഞാൻ എല്ലാ ദിവസവും പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇതിൽ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യും. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ ഈ ഒരു ടൈം ടേബിൾ ഉണ്ട്. ഇത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന തന്നെയാണ്, പക്ഷെ ഇത് കഴിഞ്ഞ ടേമിലായിരുന്നു. പക്ഷെ സെയിം ടൈം ടേബിൾ തന്നെയാണ് എനിക്ക് ഇപ്പോഴും. ചിലവർക്കൊക്കെ ചേഞ്ച് ആവുള്ളൂ. അപ്പോൾ ഞാൻ എന്തെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യും. ഇത് ലാമിനേറ്റഡ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റും. റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ പോകും. അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഹിസ്റ്ററി, സയൻസ്, ഇംഗ്ലീഷ്, ഇങ്ങനത്തെ സബ്ജക്റ്റുകളായിരുന്നു. എനിക്ക് 2 സയൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയായിരുന്നു എനിക്കിന്ന്. ഞാനിത് രാവിലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിടും. അല്ല, രാത്രി പഠിച്ച് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തിടും. എന്നിട്ട് രാവിലെ പോണേന് ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ ഞാനിത് ജസ്റ്റ് ഇത് ഇവിടെ ഫ്രണ്ടിലുണ്ടാവും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഈ ബുക്കൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇത് മാത്രം ഞാൻ ഇങ്ങനെ വെക്കും. അപ്പം നമ്മൾ ഇത് മാത്രം കാണൂല, ഇത് മാത്രം ഇപ്പം എന്തായാലും അതൊരു കാര്യമായിട്ട് കാണും. അപ്പം നമ്മൾ ഓർക്കും. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിൻ്റെ ഏരിയാസ് ഉണ്ട് എനിക്ക്. അപ്പോൾ ആ ഏരിയസിൽ ഞാൻ പോയി നോക്കും. ഇപ്പം ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അവിടെ. അങ്ങനെ ഞാൻ പോയി നോക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് ഓർക്കും. ലാസ്റ്റ് പഠിച്ചതൊക്കെ നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് ഈ സ്റ്റിക്കി നോട്ടിന്റെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞെങ്കിൽ നമ്മളിങ്ങനെ ഭിത്തിയിലാണല്ലോ ഒട്ടിച്ച് വെക്കണം. നമ്മളപ്പോൾ എല്ലാ ദിവസവും ഇത് കാണും. എല്ലാ ദിവസവും ഇത് നമ്മൾ കണ്ട് അതിനോട് ഇങ്ങനെ ഒരു യൂസ്ഡ് ആയി പോകും. നമ്മൾ അതെപ്പോഴും കണ്ട് നമ്മൾ പഠിക്കും. ഇത് തന്നെ പഠിക്കും. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതുമാണ്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ കാണുന്ന കാര്യങ്ങളല്ലേ നമ്മൾ. അപ്പം നമ്മളത് പഠിക്കും, സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെ അത് ഞാൻ ചെയ്യും. പിന്നെ എനിക്ക് അസസ്മെന്റ് ഒക്കെ ഉണ്ടാവും. അപ്പം എനിക്ക് ഇങ്ങനെ എൻ്റെ സ്കൂളിൽ തന്നെ ഒത്തിരി ചേച്ചിമാരുണ്ട്, എനിക്ക് ഫ്രണ്ട്സ് മലയാളികൾ തന്നെയാണ്. അപ്പം എനിക്ക് അവരോട് ചോദിക്കാമല്ലോ. എനിക്ക് അവര് ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തരാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ തരും. അപ്പം നമുക്ക്
ടൈമിന് മുമ്പ് തന്നെ നമുക്ക് ആ പേപ്പേഴ്സ് ഒക്കെ ഒന്ന് എടുത്തു വെച്ചാൽ മതി. നോക്കൊന്നും വേണ്ട, നമ്മൾ എക്സാം നോക്കാം. പിന്നെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് കുറെ പേര് അത് പിന്നെ നോക്കില്ല, അതിനകത്ത് മാർക്ക് തെറ്റ് ശരിയൊന്നും നോക്കില്ല, അതങ്ങോട്ട് വിടും. പക്ഷെ അങ്ങനെയല്ല, നമ്മള് ശരിക്കും ആ ഒരു പേപ്പർ നോക്കി എന്താ തെറ്റി, അത് എങ്ങനെ തെറ്റി. പിന്നെ ടീച്ചർ ഞാൻ ചോദിച്ചായിരുന്നു ടീച്ചർ അടുത്ത് എങ്ങനെ അതൊക്കെ തെറ്റിയെന്ന്. ടീച്ചേഴ്സ് എന്തായാലും പറഞ്ഞുതരും. അപ്പൊ ഞാൻ പിന്നെ കുറച്ച് പേപ്പറുകൾ വെക്കാറുണ്ട് ഇവിടെ തന്നെ, എൻ്റെ ടേബിളിൽ തന്നെ എനിക്ക് വേണ്ട കുറച്ച് പേപ്പറുകൾ വെക്കാറുണ്ട്. ഞാൻ സ്കൂളിന്റെ ഓഫീസ് കാർഡ്, വൈറ്റ് കാർഡാണിത്. ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ വെള്ളം ഇങ്ങനെ ഇത് പിന്നെ ഞാൻ ഇത് കളയില്ല എന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഇത് ഭയങ്കര കട്ടിയുള്ള പേപ്പറാണ്. അപ്പൊ ഇത് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഇത് പൊട്ടിക്കാതിരിക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട്, അതൊക്കെ തീർന്നു. ബട്ട് ഞാൻ അങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല, എന്നാലും നല്ലതാണ്. പിന്നെ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ ഹിസ്റ്ററി എന്ന് പറഞ്ഞെങ്കിൽ പാസ്റ്റ് ആണ്. അപ്പൊ പാസ്റ്റ് എന്നുള്ളൊരു ലുക്കിന് വേണ്ടി ഞാൻ പഴയ പേപ്പർ ഉണ്ടാക്കിയിട്ട്, ഞാൻ ആദ്യമൊക്കെ ബുക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിങ്ങനെ പഠിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഇങ്ങനെയായിരുന്നു പേപ്പർ എങ്കിലും എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഓൾഡ് പേപ്പർ ഇങ്ങനെ അതിനകത്ത് ഒട്ടിക്കും, ഒട്ടിച്ച് ഈ ബുക്കിനകത്ത് തന്നെ ഒട്ടിക്കും. ഇപ്പൊ ഈ ബുക്കിൽ കാണിക്കുകയാണെങ്കിൽ, ഈ ബുക്കിലുണ്ട്, ഞാൻ ഒട്ടിച്ചതുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ബുക്കിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിവിടെ വെക്കുകയാണെങ്കിൽ ഇതാണ് ഞാൻ ലാസ്റ്റ് ഇന്നലെ ചെയ്തതാണിത്. അപ്പൊ ഇതിങ്ങനെ ഹിസ്റ്ററി പാസ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിന്റെ കൂടെ ഒരു വൈറ്റ് പേപ്പർ നമുക്കറിയാലോ, നമ്മൾ ഹോംവർക്ക് ഒക്കെ ചെയ്യാനാണ് ഞാൻ കൂടുതലും വൈറ്റ് പേപ്പർ ഉപയോഗിക്കുക. പിന്നെ കുറച്ച് കളർ പേപ്പർ ഉണ്ട് ആർട്ടിന്റെ ഒക്കെ ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ലൈൻ പേപ്പർ ഞാൻ എക്സാമിനല്ല അസസ്മെന്റിന് ടെസ്റ്റിനൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ഈ പേപ്പറിൽ എഴുതിയിട്ടാണ് പഠിക്കാറ്. അപ്പൊ ഇത് നമുക്ക് ഓർക്കാൻ പറ്റും. പിന്നെ നല്ല രീതിയിൽ കുറെയൊക്കെ ഞാൻ റാൻഡം ആയിട്ട് വെറുതെ എഴുതും. അതിനുശേഷം ലാസ്റ്റ് ഞാൻ അത് ഒന്നും കൂടെ ഒന്ന് കറക്റ്റാക്കി നീറ്റായിട്ട് എഴുതിയിട്ട് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. അപ്പൊ അവിടെ ചെന്ന് ബുക്ക് ഉണ്ടല്ലോ, ഈ നോട്ട് ബുക്കിൽ ഞാനിങ്ങനെ വെക്കും. അപ്പൊ അവിടെ ചെന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നന്നായിട്ട് ഓർക്കാൻ പറ്റും. ലാസ്റ്റ് ആയിട്ട് നമ്മളൊന്നുകൂടെ നോക്കുമ്പോൾ നമ്മൾ അത്രയും പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നമ്മൾ മറക്കില്ല. അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ പഴയ ബുക്കുകളൊക്കെ ഞാൻ എടുത്തു വെക്കാറുണ്ട്. ഞാൻ നോക്കാറില്ല, എന്നാലും എടുത്തു വെക്കണ്ട, എക്സാം ഒക്കെ ആകുമ്പോൾ നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെന്താ ഓക്കെ. പിന്നെ നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഞാൻ ഒരു കൊന്ത വെക്കാറുണ്ട്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കൊന്ത ഇങ്ങനെ ഇതിനകത്ത് തന്നെ ആയിരിക്കും. ഇതിങ്ങനെ തുറന്നിട്ട് ഞാൻ കൊന്ത എടുക്കും, ഇതും എടുക്കും. ഇത് രണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. സ്റ്റിക്കി നോട്ട് ഞാൻ ആദ്യം ഈ പേപ്പറിൽ നിന്ന് ഇതിനകത്ത് കോപ്പി ചെയ്യും. അതിനുശേഷം കോപ്പി ചെയ്ത് എല്ലാം കഴിഞ്ഞ് പഠിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഇൻഫർമേഷൻ, ഇപ്പൊ എനിക്ക് ഇപ്പൊ ഇംഗ്ലീഷിൽ പഠിച്ച കാര്യം ഞാനത് അവിടെ ഒട്ടിക്കും. അങ്ങനെ അത് ലാസ്റ്റ് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കി നോട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഈ സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഗ്ലൂ നമ്മളെപ്പോഴും നമ്മുടെ അടുത്ത് തന്നെ വെക്കണമായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാനൊക്കെ സാധനം വരും. നമ്മൾ ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ എഡിറ്റ് പോവാണെങ്കിൽ നമ്മൾ പിന്നെ അതിലോട്ടായി പോയി. ഇപ്പൊ ഞാൻ ആദ്യമൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കിച്ചണിൽ പോകുമല്ലോ, നമ്മള് വെള്ളം കുടിക്കാനൊക്കെ. ഞാൻ വെള്ളം കുടിക്കാനൊന്നും ബോട്ടിൽ എടുക്കാറില്ല, എനിക്ക് മടിയാണ് എടുക്കാൻ. എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും, അമ്മ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത് കാണും. അപ്പൊ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിലോട്ട് തന്നെ ഇങ്ങനെ പോകും. നമ്മൾ മറന്നു പോകും, ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ വന്ന കാര്യം തന്നെ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ സാധനങ്ങളും, ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഞാൻ പുറത്തോട്ട് വെക്കും. പിന്നെ നമ്മള് ഈ ഹൈലൈറ്റർ യൂസ് ചെയ്യുമ്പോഴും ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഇത് സത്യമാണെന്ന് എനിക്കറിയില്ല, നമ്മൾ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുന്നത് നല്ലതെന്നാണ് പറയുന്നത്. റെഡ് കളർ ഹൈലൈറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളത് പിന്നെ മറക്കില്ല. അത് കളർ അട്രാക്റ്റീവ് ആയതുകൊണ്ടാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല, എനിക്ക് റെഡ് കളർ ഇല്ല. പക്ഷെ ഇതുപോലെ പിങ്ക്, പർപ്പിൾ അങ്ങനെയുള്ള ഡാർക്ക് കളേഴ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വർക്കാവും. പിന്നെ ഞാൻ എല്ലാ ദിവസവും 2 ഹൈലൈറ്റർ കൊണ്ടുവന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഇത് എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യും. ഈ കളർ തന്നെ ഞാൻ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പൊ ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം. നമ്മൾ ചിലവരുണ്ട് പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞ് നമ്മുടെ ഹോബീസ് മൈൻഡ് ചെയ്യില്ല. നമുക്ക് പല ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാൻ ഇഷ്ടമുള്ള, ഡ്രോ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും.
അവർ ചിലപ്പോൾ അവരുടെ കഴിവ് അങ്ങോട്ട് വിടും. കാരണം പഠിക്കാൻ വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കണേ, പഠിക്കണം. പക്ഷെ അതിനൊപ്പം നമ്മുടെ കഴിവുകൾ, സ്കിൽസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ട് ട്യൂഷൻ ക്ലാസ്, ഞാൻ കുട്ടൂർ വാലി എന്ന് പറഞ്ഞ അക്കാഡമിയിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. അതൊരു ട്യൂഷൻ പോലത്തെ ഒരു ക്ലാസ് തന്നെയാണ് അത്. അവിടെ നമുക്ക് 1 മണിക്കൂർ ക്ലാസ് ഉണ്ടാവും. ഞാനിപ്പോൾ പഠിക്കുന്ന ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ്. എന്നെ പ്രസീത മാം ആണ് പഠിപ്പിക്കുന്നത്. നല്ലപോലെ പഠിപ്പിച്ചു തരും. നല്ല രസമാണ്. ഇങ്ങനെ നമ്മൾ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണ് ഞാൻ പഠിക്കുന്നത്. അപ്പൊ നല്ലപോലെ തന്നെ പഠിപ്പിച്ചു തരും എനിക്ക്. ട്യൂട്ടോർ വാലി എന്നാണ് പേര്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും പോയി പാട്ട് പാടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ വെച്ച് എല്ലാ ദിവസം തന്നെയാണ്. അപ്പൊ ഞാൻ പിന്നെ ഒരു ബുക്ക് ഞാൻ അതിനുവേണ്ടി വെക്കാറുണ്ട്. ഞാൻ പാട്ട് ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എഴുതി വെക്കണം. നമ്മൾ പാട്ട് പിന്നെ നമ്മൾ പഠിച്ചു എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് എഴുതി വെക്കണം. അപ്പൊ അമ്മ എനിക്ക് എഴുതി തരും. അപ്പൊ അങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പാട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടെ കേൾക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് പാടി നോക്കണമെങ്കിൽ ഇത് നോക്കാം. പിന്നെ അത് കുറെ നാൾ കഴിയുമ്പോൾ നോക്കുമ്പോൾ ഞാൻ ഇത് പഠിച്ച പാട്ടാണ്, അങ്ങനെ ഒരു ഓർമ്മ കൊണ്ട് നമുക്ക് വരും. അപ്പൊ അത് ചെയ്യണം. നമ്മുടെ ഹോബീസ് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ എക്യുപ്മെന്റ്സിനെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഹൈലൈറ്റേഴ്സിൽ ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതാണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു ബേസിക് കോമൺ ആയിട്ടുള്ള ഒരു കപ്പ് വെക്കുക. ഇപ്പൊ ഇതൊന്നും ആവശ്യമില്ല. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുകയാണ്. കാരണം എനിക്കത് ആവശ്യമില്ല. കാരണം എന്റെ പേന എനിക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ അതൊക്കെ ഞാൻ അവിടെ നിന്നാണ് എടുക്കാറ്. അതുകൊണ്ട് എനിക്ക് ക്ലാസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഈ ക്ലാസ് ഇതൊന്നും ഇല്ലെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട ബേസിക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തന്നെ നമുക്ക് ഈ ക്ലാസ് ഈ ഒരു ലേണിംഗ് ടൈം നമുക്ക് പഠിക്കാൻ പറ്റണം. അങ്ങനെ വിചാരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സിൽ ഫുള്ള് അങ്ങനെ വെക്കുക. ഞാൻ ഇപ്പൊ 2 ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ട്. ഒന്നെന്റെ സ്കൂളിലാണ്, അത് പഴയതാണ്. അപ്പൊ ഞാൻ അത് വിചാരിച്ചത് കളയണ്ട, നമുക്ക് ഇവിടെ വന്നിട്ട് ബുക്ക് വായിക്കാന്ന് വിചാരിച്ച് സ്കൂളിലെ ബുക്ക് വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെനിക്ക് IT-ന്ന് കിട്ടിയവരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ. പിന്നെ സിസേഴ്സ്, പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു ബ്രഷ്, ഗ്ലൂ, പിന്നെ 2 സാധനങ്ങൾ, ഇത്, പിന്നെ 2 പെൻസിൽ, 2 പേന. ഒരു പേന ഞാൻ ഇവിടെ വെച്ചു. അപ്പൊ 2 പേന 2 പെൻസിൽ. അപ്പൊ അത്രയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പൊ അതാകുമ്പോൾ നമുക്ക് അത് എടുത്ത് തന്നെ നമുക്ക് പഠിച്ച് തീരാൻ പറ്റണം. അപ്പൊ അതുകൊണ്ട് ഒരു സാധനം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ ലാമിനേറ്റഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ ഹൈലൈറ്റ് ചെയ്ത് വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഹൈലൈറ്റ് വെക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ മായ്ക്കാൻ പറ്റും. പിന്നെ രാവിലെ ഹൈലൈറ്റ് ചെയ്യാനും പറ്റും. അപ്പൊ സ്റ്റിക്കി നോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതും കൊണ്ട് പോയിട്ട് നോക്കിയാൽ മതി. ലാസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പൊ ഇന്നലെ പഠിച്ചതിന്റെ ബാക്കിയായിരിക്കും നമ്മൾ ചിലപ്പോൾ പിറ്റേ ദിവസം പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് ഓർക്കാൻ പറ്റും നമ്മൾ എന്താ പഠിച്ചതെന്ന്. അതുകൂടാണ്ട് നമുക്ക് ചിലപ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷൻ ഒക്കെ നമ്മൾ സെർച്ച് ചെയ്യണം നമുക്ക് അതിനെപ്പറ്റി ഇഷ്ടമാണെങ്കിൽ. അപ്പൊ അങ്ങനെ അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളിപ്പോ ബുക്കിൽ പഠിക്കുകയാണെങ്കിൽ, ഞാൻ ഇപ്പൊ എന്റെ മാത്സ് ബുക്കിൽ നിന്ന് കാണിച്ചു തരാം ഞാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഇപ്പൊ എന്റെ മാത്സ് ബുക്ക് എടുത്തു. ഞാനിപ്പോ ഇതിങ്ങനെ പഠിക്കുകയാണ്. ഇങ്ങനെ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഇപ്പൊ ഇത് വായിക്കണമൊക്കെ ആണെങ്കിലും കൂടുതൽ വർക്കാവുക. അപ്പൊ നമ്മൾ ബുക്ക് ഇംഗ്ലീഷിന്റെ ഒക്കെ വായിക്കുമ്പോൾ ഇതിനകത്ത് കുറെ വായിക്കാണ്ടാവല്ലോ, സ്റ്റോറി വായിക്കാൻ. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞാലേ എനിക്ക് അങ്ങോട്ട് നടക്കാൻ പറ്റുള്ളൂ, ഇത് കഴിഞ്ഞാലേ എനിക്ക് തിന്നാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ചിന്തിക്കണം. ഒരു വാശിയാണത്. അപ്പൊ അത് നമ്മൾ കറക്റ്റാക്കി, അത് ശരിക്കും എനിക്ക് നന്നായിട്ട് വർക്ക് ആവാറുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനം തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യണം. പിന്നെ അടുത്ത കാര്യം, എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ഞാനൊരു സർപ്രൈസ് വെക്കുന്നുണ്ടെന്ന്. അതെന്തായാലും അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് സർപ്രൈസ് ഞാൻ റിവീൽ ചെയ്യാൻ പോണ്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇതിലുണ്ട്. ഈ സർപ്രൈസ് അത് നിങ്ങളുടെ കാര്യം, ഈ വീഡിയോ വരെ നിങ്ങൾ കാരണമാണ്. അപ്പൊ എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട്. ഇനി സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ഇനി ഒത്തിരി നമുക്ക് ഇനി 10 മില്യൺ അടിക്കണം ഇല്ലേ. അപ്പൊ ഇങ്ങനെ പോകണം. അപ്പൊ എല്ലാവരും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ന്യൂ ടിപ്സ് ഒക്കെ അറിയെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഹെൽപ്ഫുൾ ആവും, ബാക്കിയുള്ളവർക്കൊക്കെ ഹെൽപ്ഫുൾ ആവും. അപ്പൊ എന്തെങ്കിലും വീഡിയോ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു റൂട്ടീൻ ടിപ്സ്.
ഒരു ടിപ്സ് ആണിത്. ഞാൻ പഠിക്കുന്ന രീതിയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ കയ്യിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.